ഒരു വക്കീലെ വഴിമുടക്കിയായിട്ടോ വാച്ച്മാനോ ആയിട്ടോ നിൽക്കേണ്ട ഒരാളല്ല ദേവസ്വം മന്ത്രി. മറ്റുള്ളവർക്ക് തൊഴാനുള്ള അവസരമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതായത്. അദ്ദേഹം അത് മനസ്സിലാക്കണം. മാത്രമല്ല, ഞാനിതിനെ കാണുന്നത് സനാതനധർമ്മത്തോടും അതുപോലെ ഹൈന്ദവ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഉള്ള അവഹേളനമായിട്ട് തന്നെയാണ്. വക്കീൽ എന്ത് പറഞ്ഞാലും വക്കീൽ പറഞ്ഞു തിരുത്താനുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ സനാതനം വർത്തമാനകാലത്തെ അശ്ലീലമാണ് എന്ന് പറഞ്ഞ ഒരാൾ എം വി ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ, അയാളിൽ നിന്നും എന്ത് തിരുത്തലാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ടത്? തലപ്പത്തിരിക്കുന്നവർ, അവരെ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും, പക്ഷേ അദ്ദേഹം അവിടെ അയ്യപ്പനെ വണങ്ങിയാൽ ഒരുപക്ഷെ നാളെ പണി പോവും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഭീതി കൊണ്ടായിരിക്കാം, പേടി കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ആത്യന്തികമായി അദ്ദേഹം ഇതുവഴി കൊടുത്ത ആ ഒരു സന്ദേശം, അത് പൊതുസമൂഹം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വാസവൻ ഉണ്ടാക്കട്ടെ. ഞാനിവിടെ രണ്ട് ബഹുമാനപ്പെട്ട വ്യക്തികൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഹിന്ദു മതാചാര കാര്യങ്ങളും വസ്തുതകളും രാഷ്ട്രീയക്കാരും ജനങ്ങളും മനസ്സിലാക്കണം, പഠിക്കണം, പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതിനെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കണം. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഒരു ഭരണകൂടത്തിന് ഒരു മതത്തിൻ്റെ ആചാരം പഠിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മതത്തിൽ അത്തരം ആചാരങ്ങൾ അവരുടെ പിൻ അവകാശികളായി ജനിച്ചു വരുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ അത് ചെയ്യേണ്ടുന്നത് അതത് വിഭാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അധികാരത്തിലുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഇതര സമുദായത്തിലും സമൂഹത്തിലും ഹിന്ദു മതത്തിൻ്റെ അപ്പുറത്തുള്ള മറ്റിതര മതങ്ങളും മറ്റുള്ള സംഘടനകളുമൊക്കെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബാല്യകാലങ്ങളിൽ തന്നെ പഠിപ്പിക്കുന്നതായി പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്ത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിർവഹിക്കാതിരിക്കുകയും ഇത് നിർവഹിക്കേണ്ടുന്ന ആളുകൾ നിർവഹിക്കാതിരുന്നിട്ട് മറ്റേ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിനോട് ഒരു യുക്തിപരമായി യോജിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ എല്ലാവരെയും കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന്, ഓരോ ക്ഷേത്രത്തിലെയും ഓരോ ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ നിലനിർത്തുന്നതിനാവശ്യമായ സംഹിതകൾ ഉണ്ടാവണം എന്നുള്ളതിനോടും ഞാൻ യോജിക്കുന്നു. പക്ഷേ അത് തന്നെ ആ വൈവിധ്യത്തെ കാണുവാൻ നമ്മളും തയ്യാറാകണം. ആ വൈവിധ്യം നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റേതെന്ന് പറയപ്പെടുന്ന ആരാധനകളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അപ്പോൾ ആ വൈവിധ്യം ഉണ്ടാകുന്ന സന്ദർഭത്തെ എങ്ങനെയാണ് ഒരു പൊതുസമൂഹം നേരിടേണ്ടത് എന്നുകൂടി ഈ പറയുന്ന ഈ മതത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയക്കാർക്കും ഒപ്പം കൂടി ഞാനൊന്നുകൂടി ചേർക്കുന്നു, പൊതുജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഇത് വേണം എന്ന് പറയുന്ന ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിനുണ്ട് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ വേറൊരു കാര്യം കൂടെയുണ്ട്. വാസവൻ പൂർണ്ണ ഭക്തനാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഭക്തനാണെന്നും ഞാൻ പറയുന്നില്ല, ഭക്തനല്ലെന്നും ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും പറയാൻ ഞാൻ അശക്തനാണ്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായ വിവരമില്ല. മറ്റൊന്ന്, അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും ഹിന്ദു സമൂഹത്തെയോ, ഇനി അത് ഹിന്ദു സമൂഹം മാറ്റിക്കളയാം നമുക്ക്, അവിടെ അയ്യപ്പ ഭക്തന്മാരായി കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് മന്ത്രി വാസവൻ്റെ പെരുമാറ്റം എന്ന് എനിക്ക് ബോധ്യമായിട്ടില്ല. അദ്ദേഹത്തിൻ്റേത്
ആ തലത്തിലുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടും അല്ല, ഈ എനിക്ക് 1.5 മണിക്കൂർ തോന്നുന്നില്ല. ചർച്ച നടത്തിയിട്ടും പിന്നീടുള്ള വക്കീലിന് പോലും ബോധ്യപ്പെട്ടില്ല. പിന്നെ എങ്ങനെയാണ് വാസവനെ ബോധ്യപ്പെടാൻ പോകുന്നത്? വാസവൻ എങ്ങനെ തിരുത്താനാണ് പോകുന്നത്? ക്ഷേത്രാരാധനകളിൽ വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനത് എടുത്ത് എൻ്റെതായൊരു രൂപത്തിൽ ചർച്ച ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അർച്ചനകളും അർപ്പണങ്ങളുമൊക്കെ പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു 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 വ്യാഖ്യാനം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഐ ലീവ് ഇറ്റ് ടു ദം. ഞാൻ അവർക്ക് വിടുന്നു. അതൊക്കെ ഗുണകരമാണോ, അതൊക്കെ ആവശ്യമാണോ, അല്ലെ അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുപോയി എവിടെ അമ്പലങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനോട് എനിക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യോജിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റുകാരെയും നോക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്നതല്ല. ക്ഷേത്രത്തിൽ ഏതെങ്കിലും ക്ഷേത്രാരാധനയുമായി ബന്ധമില്ലാത്ത ക്ഷേത്ര പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകളെ വയ്ക്കുക എന്ന് പറയുന്നത് ഓഫീസിലെ കൗണ്ടറിൽ നിൽക്കുന്ന ആളുകൾ, അത് ചീട്ടാക്കി കൊടുക്കാനുള്ള ആളുകളല്ലാതെ ബാക്കിയെല്ലാം ക്ഷേത്ര ആരാധനയുമായി ബന്ധമുള്ള ആളുകളെ മാത്രമേ അവിടെ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതിനും വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് പിന്നെ ഈ ക്ഷേത്രത്തിലെ ആളുകളുടെ നിയമനത്തിനു വേണ്ടി റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി, PSC മോഡൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി അതിലൂടെ നിയമനങ്ങൾ നടത്തുന്ന ഒരു കാര്യവും കൂടി ഇപ്പോൾ ഒരു സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ട് എന്നേ ഉള്ളൂ. എല്ലാം പിൻവാതിൽ നിയമനമാണ്. CIT-കാരെയാണ് കയറ്റിയിരിക്കുന്നത് ശബരിമലയും മൊത്തം. വക്കീലിന് ഇതിനെക്കുറിച്ച് അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും വക്കീൽ പുറത്ത് പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. എല്ലാം CIT-കാരെയാണ് നേരത്തെ കയറ്റിയിരിക്കുന്നത് എന്ന് എനിക്കറിയാത്തതാണ്. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും പോകാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യം പിന്നീട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. വസ്തുതാവിരുദ്ധമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ പിന്നെ അത് തിരുത്താനും തയ്യാറാണ്. അങ്ങനെയല്ല, അതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നെ അക്കോമഡേഷൻ കൺട്രോളിലെങ്കിലും ഓഫീസിലെ അക്കൗണ്ടിങ്ങിലും ഒക്കെയുള്ള അല്ലാതെ ബാക്കിയുള്ള എല്ലാ നടപടികളിലും ക്ഷേത്രവുമായി താന്ത്രിക വിദ്യ പരിചയമുള്ള താന്ത്രിക കുടുംബത്തിൽ ഓരോ ക്ഷേത്രത്തിനും ഓരോരോ 1, 2, 3, 4 ഇല്ലങ്ങളുമൊക്കെ പാരമ്പര്യഗതമായി വരേണ്ടതുണ്ട്. അവിടെ നിന്ന് വരുന്ന ആളുകളാണ്. അവർ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അവരാണ് അതിൽ നിന്നാണ് എടുക്കേണ്ടുന്നത്. അങ്ങനെയുള്ള ഒരു നിയമനങ്ങളൊക്കെ നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ഒരു പൊതു ചർച്ചയിൽ നമുക്ക് വസ്തുതകൾ നിരത്തി വെക്കാൻ കഴിയാത്തിടത്തോളം കാലം എല്ലാം കമ്മ്യൂണിസ്റ്റ്, എല്ലാം മറ്റത് എന്നൊക്കെ പറഞ്ഞ് ഒരു പൊതുസമൂഹത്തെ പൂർണ്ണമായി നമുക്ക് അവഹേളിക്കാൻ കഴിയില്ല പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കുകയും ആചാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ ബാല്യകാലങ്ങളിൽ തുടങ്ങി ഉള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടുന്ന 2 വ്യക്തികളാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത്. അവരെ കൊണ്ടത് കഴിയും, അവരത് ചെയ്യണം. അങ്ങനെ വന്നാൽ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു വ്യക്തമായ ധാരണയും അഭിപ്രായമല്ല ഒരു പഠനവും നടത്തിയിട്ടുള്ള ആളുകൾക്കാവുമ്പോൾ ആചാരത്തിൽ നിന്നും വ്യതിചലിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ ഉള്ള ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.